ഹലോ ഗായ്സ്, നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? സിനിമ കാണാൻ പോവാം. ഏത് സിനിമ? ഇവന്മാർ രണ്ടുപേരുടെ വീഡിയോ കാണാൻ നമ്മൾ പോവാണ്. സിനിമ കാണാൻ പോവാം. അപ്പോൾ വിഷയമൊക്കെ ആയിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ ഒരു സിനിമയ്ക്ക് അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള വാഴ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ ആൾത്തിരക്കൊന്നുമില്ല. 11:30ക്കാണ് ഷോ. നമ്മൾ കുറച്ച് നേരത്തെ ചെന്നു. 1 മണിക്കൂർ എന്തോ നേരത്തെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഗായ്സോടെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. മിച്ചുവിന് വിശപ്പ്, അഖിലക്ക് വയ്യ, അഖിലക്ക് ഗ്യാസ് കയറി. പ്രശ്നം ഭയങ്കര വിശപ്പ്. തിയേറ്ററിലുള്ള എല്ലാ ഫുഡും മേടിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. നമ്മുടെ എവിടുന്ന പൈസ? അവിടെ മറ്റേ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കാനായിട്ട് നമ്മൾ അഖിലെ അവിടെ നിയമിക്കും. മിച്ചുവിനെ അഖിലാണ് നമ്മളവിടെ നിയമിക്കാൻ പോവാ. കൂടെ ഞാനും, മറ്റേ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും പറയുന്ന പോലെ മിച്ചു അഖിലും പിന്നെ ഞാനും. എങ്ങോട്ടാ പോകുന്നതെന്നറിയാവോ? അറിയത്തില്ല. ഒരു കട അന്വേഷിച്ച് പോകും. നമ്മൾ ലേഡി സ്റ്റോർ നോക്കി പോകണം. നമുക്ക് കൈകൊട്ടിക്കളി ഉണ്ട് ഗായ്സ്. അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ ഓട്ടോക്കാരൻ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തെ റോഡിലുണ്ടെന്ന്. പക്ഷെ നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മൾ കുറേ ആയിട്ട് നടക്കുന്നു, ഇനിയുണ്ട് നടക്കാൻ. യെസ്, മിക്കവാറും നമുക്ക് സിനിമ തുടങ്ങിക്കഴിഞ്ഞ് സിനിമ തീരുമ്പോഴെങ്കിലും ലേഡി സ്റ്റോറൊക്കെ തപ്പി പിടിച്ച് അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് എത്താൻ പറ്റുമോന്നറിയില്ല. അവസാനം വാഴ കാണാൻ വേണ്ടി വല്ല വാഴത്തൊപ്പിലും പോകേണ്ടി വരും എന്ന് തോന്നുന്നു. സൺസ്ക്രീൻ പോലും ഇടാതെ വിലത്ത് കിടക്കുകയാണ് ഗുയ്സ്. യെസ്, ഇവന്മാരുണ്ട്. ഓടി വെച്ച് ഓട് 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 ഓട്. വായുഗുളിക വരെ കരുതിക്കൊണ്ടാണ് ഈ പുളി, കുഴമ്പ്, തൈലം, എല്ലാം ഉണ്ട്. മെഡിക്കൽ സ്റ്റോർ സഞ്ചരിക്കുന്ന മെഡിക്കൽ സ്റ്റോറാണ് അഖില. കാണിക്കൂ, മുഖം കാണിക്കൂ അഖില. അവൾ നാണക്കാരിയാ. ഫൈനലി ഈ റോഡിന് നമ്മൾ എൻഡ് കണ്ടിരിക്കുന്നു. ഇനി എന്താകുമെന്ന് നമുക്കറിയില്ല. ഇനി അടുത്ത റോഡുണ്ടോ? ആ റോഡിന് എൻഡ് കണ്ടുപിടിക്കണമെന്ന് അറിഞ്ഞൂടാ. നോക്കാം. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഫൈനലി കടയിലേക്ക് എത്തി ഞങ്ങൾ. നമുക്ക് 3 പേർക്കും ആണെങ്കിൽ വിഷുവിൻ്റെ അന്ന് കൈകൊട്ടിക്കളിയുടെ പ്രോഗ്രാം ഉണ്ട്. സോ അതിന് വേണ്ടിയുള്ള കുറച്ച് പൂവും മാലയൊക്കെ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കി ചേച്ചി ബില്ലടിക്കുന്ന സമയം കൊണ്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ട് ഭംഗിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചപ്പോഴത്തേക്കും നമുക്ക് സിനിമയ്ക്ക് കയറാനുള്ള ടൈമായി. അത് ഓടിപ്പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ തിയേറ്ററിനകത്തോട്ട് കയറി. എല്ലാവരും ഇരുന്ന് ലൈറ്റൊക്കെ ഓഫാക്കി. എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി സിനിമയാണ്, കുറേ കരയാനും ചിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കൂടെ റേണാമ്മ ഉണ്ടായിരുന്നു. പോയ പോലെ ഒന്നുമല്ല, കറുത്ത കൂറയായി. കരഞ്ഞു ഗൈസ്. മിച്ചു ഭയങ്കര കടിച്ചിലായിരുന്നു അല്ലേ മിച്ചു? ഇവള് ചിരിക്കേണ്ട സിനിമ വരെ കരയുമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിൽക്കി ഇങ്ങനെ ഒല്ലി. ഭയങ്കര വെയില്. ഫുഡ് കഴിച്ചില്ല ഗൈസ്. ബൂക്ക്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ഒരു വല്ലാത്തൊരു വൈൻഡ് പൈപ്പ് അല്ലേ? നമ്മള് സിനിമ കണ്ട് ഇറങ്ങിയ ഉടനെ ബസ് വന്നു. ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു അല്ലേ? അത് നമ്മൾ പെട്ടെന്ന് ചാടി കയറി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു. അപ്പൊ നമ്മൾ ചാടി കയറി. ഒരു ബിരിയാണിയൊക്കെ മേടിക്കാൻ വേണ്ടി പോവായിരുന്നു. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടന്നൊന്നുമില്ലല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും മുമ്പ് സിനിമ തീർന്നു. ഞാൻ ഓർത്ത് 2:30 വരെ കാണുമായിരിക്കുമെന്ന്. പക്ഷെ 2:18 സിനിമ തീർന്നു. അപ്പം ഞാൻ ഓർത്തായിരുന്നു ബസ്സിൻ്റെ കാര്യം. അതുപോലെ തന്നെ കിട്ടി. അപ്പൊ അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ബൈ.